കൃത്യമായി നിർവഹിക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. പരമാവധി ഖുശൂഅോടെ നിസ്കരിക്കാൻ ശ്രമിക്കണം. അതിന്റെ ഫർളും ശർത്തും ഒക്കെ ഒപ്പിച്ച് തന്നെ നിസ്കരിക്കണം. പുരുഷന്മാര് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. സ്ത്രീകൾ അവരെ വീട്ടിൽ വെച്ചടങ്ങി ഒതുങ്ങി നിസ്കരിക്കണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. കഴിവുള്ളവര് സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിലെടുക്കണം. കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, സാധുക്കളെ സഹായിക്കണം, ദുർബലന്മാരോട് സഹകരിക്കണം, രോഗികളെ ശുശ്രൂഷിക്കണം, സന്ദർശിക്കണം, മരിച്ചാൽ മയ്യിത്ത് എടുക്കണം, മയ്യിത്ത് പരിപാലിക്കണം. നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ടല്ലോ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പണ്ഡിതന്മാരെ ചീത്ത പറയരുത്, പണ്ഡിതന്മാരെ ആദരിക്കണം, സ്നേഹിക്കണം, അഹ്ലുബൈത്തിനെ നിന്ദിക്കരുത്, അഹ്ലുബൈത്തിനെ ബഹുമാനിക്കണം. അതുപോലെ കഴിയുന്ന നന്മകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം, തിന്മകളെല്ലാം പരിപൂർണമായി കൈയൊഴിക്കണം. നമ്മൾ ലഹരി കുടിക്കുന്ന മദ്യപാനികളാകരുത്, പലിശക്കാരാകരുത്, അന്യപെണ്ണിലേക്ക് നോക്കുന്നവരാകരുത്, അന്യപെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യുന്നവരാകരുത്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കരുത്, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കരുത്, ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്. ജീവിതത്തിൽ കടപ്പാടുകൾ ഉള്ളവരോടുള്ള കടപ്പാടുകൾ വീട്ടണം, ബാപ്പ ഉമ്മയെ അനുസരിക്കണം. കുറഞ്ഞ കാലമേ ലോകത്ത് നമുക്ക് ജീവിതമുള്ളൂ. ആ ജീവിതം ലോകസട്ടാവായ റബ്ബ് കാണുന്നുണ്ട്. അവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അവന്റെ മലക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആ മലക്കുകളുടെ രേഖയിൽ നിന്നൊഴിയാൻ കഴിയില്ല. അവരെ ക്യാമറയിൽ പതിയാത്തതൊന്നുമില്ല, അവരെ റഡാർ പകർത്താത്തതൊന്നുമില്ല. ആ ബോധം നമുക്കുണ്ടാകണം. നമ്മളെല്ലാം ഖബറിലേക്ക് ഒറ്റക്ക് പോകണം. അവിടെ നമ്മെ ദുഷിപ്പിക്കാൻ വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകില്ല, ഗീബത്ത് പറഞ്ഞു തരുന്ന നേതാക്കൾ ഉണ്ടാകില്ല, ചീത്ത പറയുന്ന കൂട്ടാളികൾ ഉണ്ടാകില്ല. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി കിടക്കണം. അവിടെ നിന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകണം. ആ കോടതിയിൽ ചെന്നാൽ അവിടെ വിചാരണയുണ്ട്. വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ പണത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ രക്ഷയുള്ളവൻ തഖ്വയുള്ളവനാണ്. തഖ്വയുള്ളവന് റബ്ബ് അതാ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് സ്വർഗമാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അത് കിട്ടാൻ വേണ്ടി ഇൽമ് പഠിക്കണം, അതിനുവേണ്ടി ഉറക്കമൊഴിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ പോറ്റി വളർത്തണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ദർസുകൾ പുരോഗമിപ്പിക്കണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ഇൽമ് പഠിപ്പിക്കണം, ഇൽമ് പറയണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തണം. ആ സ്വർഗത്തിനു വേണ്ടി സ്ഥാപനങ്ങൾക്ക് അധ്വാനിക്കണം, സഹായിക്കണം, സഹകരിക്കണം. ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നവരാരാണ്? ഉഇദ്ദത്തിൽ ഉലമാ എന്നല്ലല്ലോ പറഞ്ഞത്, ഉഇദ്ദത്തിൽ മുത്തഖീൻ. വിവരമുള്ളവർക്ക് സ്വർഗമെന്നല്ല പറഞ്ഞത്. പടച്ച റബ്ബ് കൽപ്പിച്ചതെടുക്കുകയും പടച്ച റബ്ബ് വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ തെളിഞ്ഞ മനസ്സുമായി കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന ഭക്തിയുള്ളവർക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കുന്നത് വരെ ഞാനൊരു വലിയവനെന്ന തോന്നല് വേണ്ട, ആരോടും അസൂയ വേണ്ട, ആരെയും ദുഷിക്കണ്ട, ആരെയും ചീത്ത പറയണ്ട, പരിഹസിക്കണ്ട. ആ സ്വർഗത്തിൽ 2 കാലും എടുത്തു വെച്ചാൽ അതാ ഫമൻ സുഹസിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
ഫാസ്, നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവൻ ഫഖദ് ഫാസ്, അവൻ നിശ്ചയം പാസായിപ്പോയി.